സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 5 നമ്മൾ പ്രധാനമായും സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്, മെത്തേഡ്സ് ഫോർ ഇൻക്രീസിംഗ് എനർജി എഫിഷ്യൻസി ഇൻ ബിൽഡിംഗ്സ്, ഗ്രീൻ എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ അർബനൈസേഷൻ, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് വരുന്നത്. നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് നമുക്ക് നോക്കാം. നമുക്കറിയാം സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആ പരിസ്ഥിതി, ചുറ്റുപാട്, ഇതൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പം എങ്ങനെ അവിടെ നമുക്ക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാം? അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ബിൽഡിങ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വീടാണ്. ഈ വീട്ടിൽ നമ്മൾ എങ്ങനെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും? അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എനർജി റിസോഴ്സസുകളിൽ, ഇതൊക്കെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. സോ എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ഈസ് എൻ എക്കോസിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ഫുഡ് ആൻഡ് ഷെൽട്ടർ വിത്തൗട്ട് റിസോഴ്സ് ഡിപ്ലീഷൻ ആൻഡ് നോ എക്സ്റ്റേണൽ വേസ്റ്റ് പ്രൊഡക്ഷൻ. വേസ്റ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതുവഴി എഫിഷ്യൻസി കൈവരിക്കുക എന്നുള്ളതാണ്. സോ ഡിസൈനിങ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഗോൾസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് മിനിമൈസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ മാക്സിമൈസ് എനർജി എക്സ്ട്രാക്ഷൻ ഫ്രം ദ റിസോഴ്സസ്. എന്ന് പറയുമ്പോൾ റിസോഴ്സസ് കുറവ് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം എനർജി അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ നമ്മളിത് അച്ചീവ് ചെയ്യുന്ന വഴി ബിൽഡിങ്സ് ആൻഡ് ലിവിങ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ഇൻ എ മീനിങ് ഫുൾ വേ. നമ്മളിത് സംരക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടും അല്ലെങ്കിൽ പരിസരവും ചുറ്റുപാടും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഭാഗഭാക്കാവുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. സോ സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് എനർജി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എനർജി എക്സ്ട്രാക്ഷൻ കുറയ്ക്കുകയും, അതുപോലെ തന്നെ ഓപ്പൺ ഡിസൈൻ, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ വീടിന്റെ ഡിസൈനിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ മാക്സിമൈസ് ദ യൂസ് ഓഫ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് റെഡ്യൂസ് ദ നീഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്ക് സോളാർ എനർജി എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വീടിന്റെ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് റൂമൊക്കെ ഹീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്ലൈമറ്റിനെ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വീടുകളിലേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്സ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് കൺസെപ്റ്റ് ഇൻ എ better and a good manner.